അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബാക്കി വന്നിട്ടുള്ള ചോറ് വെച്ചിട്ടുള്ളതാണ്. തലേദിവസം ബാക്കി വന്ന ചോറോ അല്ലെങ്കിൽ നമ്മൾ അന്ന് ഉപയോഗിച്ചിട്ട് ബാക്കി വന്ന ചോറോ എടുക്കാവുന്നതാണ്. ഇത് ചോറ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ജയാരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. അപ്പം 250 ml കപ്പിൽ 2 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 1 കപ്പ് ചോറിലാണെന്നുണ്ടെങ്കിൽ എല്ലാം നമ്മൾ എടുക്കുന്ന അളവുകളെല്ലാം പകുതി എടുത്താൽ മതിയാവും. അപ്പോൾ അതാ അളന്ന് 2 കപ്പ് ചോറ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കപ്പില്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിൽ ചോറ് അളന്നെടുത്താലും മതി. രണ്ടാമത്തെ കപ്പ് ചോറും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നുകിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. മെൽറ്റ് ചെയ്ത് അതിൻ്റെ ചൂട് മാറിയിട്ട് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് തീ പോലും കത്തിക്കാതെ ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ ചോക്ലേറ്റ്, ഇതിപ്പോൾ മിൽക്ക് ചോക്ലേറ്റ് ആണ്. ഇതിന്റെ ഡാർക്ക് ചോക്ലേറ്റ് കിട്ടുമല്ലോ. ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചൂട് മാറിയിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് കൊക്കോ പൗഡർ മതി. ഞാനിപ്പോൾ 2 കപ്പ് ചോറായതുകൊണ്ട് 1/2 കപ്പ് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തിളപ്പിച്ചാറിയ പാലോ അല്ലെങ്കിൽ പാക്കറ്റിലുള്ള പാലോ എടുക്കാം. ഇതിലൊട്ടും തന്നെ മധുരമില്ലല്ലോ, നമ്മൾ കൊക്കോ പൗഡറിലെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റും ചോറും പാല് മാത്രം മതി. അല്ലെങ്കിൽ പാലില്ലാന്നുണ്ടെങ്കിൽ പാല് ഇഷ്ടമല്ലാത്തവർക്ക് തിളച്ച ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര, മധുരത്തിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പഞ്ചസാരയും പിന്നെ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ കണ്ടൻസ് മിൽക്കും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പാണ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടൻസ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര 1/2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് മധുരം മതി എന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കണ്ടൻസ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പാൽപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്താൽ മതി. ഇനി നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ കൊക്കോ പൗഡറൊക്കെ ചേർത്തിട്ടുണ്ട്. കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ. ഡാർക്ക് ചോക്ലേറ്റ് ആണ് ചേർക്കുന്നതെങ്കിൽ ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിക്കാണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഡാർക്ക് കൊക്കോ പൗഡറാണ്. നിങ്ങൾക്ക് സാധാരണ കൊക്കോ പൗഡർ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ഇതുപോലെ ഈ ഒരു കട്ടിക്കാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഏത് പാത്രത്തിലാണ് അത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് അങ്ങ് ഒഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ഗ്ലാസിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റേക്ക് ഞാൻ പകുതി ഒഴിച്ചു കൊടുക്കണേ. പകുതി ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഗ്ലാസിൻ്റെ കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത്. ഏത് പാത്രത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ബദാം സ്ലൈസ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്നും വേണോ നിർബന്ധമൊന്നുമില്ല. കുറച്ച് നിലക്കടല പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി. ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് പിസ്ത അവിടെ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. എല്ലാ വശങ്ങളിലും ഞാൻ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് വെച്ച് കൊടുക്കുകയാണ്. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ചോക്ലേറ്റ് ഒക്കെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒരു 2 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം, ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഡെസേർട്ട് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് എടുത്തതാണ്. ഒന്ന് നമുക്ക് സ്പൂണ് വെച്ചിട്ട് ഒന്ന് ഇളക്കി നോക്കാം. അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇത് ചോറ് വെച്ചിട്ടാണ് ചെയ്തതെന്ന് പറയുകയില്ല, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ചോറ് വെച്ചിട്ടുള്ള ഡെസേർട്ട് ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്